ഡിയർ സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി SLC ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വിക്ടേഴ്സ് ചാനലിലെ 8ാമത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്ത റിവ്യൂ ക്ലാസ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൾസ് ലോയും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഒരു പാർട്ടിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് അസൈൻമെൻറ്റ് നൽകിയിരുന്നു. അതിൻ്റെ ഉത്തരം എല്ലാവരും കണ്ടുപിടിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്തു നോക്കാം. എന്താ, എല്ലാവരും റെഡിയല്ലേ? ഡീറ്റെയിൽസ് ഓഫ് 2 ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് if they are made to work for 5 minutes each? Heater A, working voltage 230 volt, resistance 1150 ohm, working time 5 minutes. Heater B, working voltage 230 volt, resistance 460 ohm, working time 5 minutes. Then why does the heater having low resistance get heated more? In which way does the change in resistance influence the heat developed? Find out the current in the resistance A and B and compare heat developed. How do the resistors bring about a change in current in the circuit? ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതായത് ഒരു ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില സബ് ക്വസ്റ്റ്യൻസും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്കായി ചെയ്തത്. എങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഏത് ഹീറ്ററിലാണ് കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടായിരിക്കുന്നത്? കറക്റ്റ്, ഹീറ്റർ ബി. എന്തായിരിക്കും കാരണം? നമുക്ക് നോക്കാം. ഇവിടെ 2 ഹീറ്ററുകളിലും, ഹീറ്റർ എയിലും ഹീറ്റർ ബിയിലും നമ്മൾ നൽകിയത് 230 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. 2 ഹീറ്ററും പ്രവർത്തിക്കുന്നത് തുല്യ സമയത്തേക്കാണ്, 5 മിനിറ്റ് സമയത്തേക്കാണ്. എന്നാൽ ഹീറ്റർ എയുടെ റെസിസ്റ്റൻസ് നിങ്ങൾക്കറിയാം, 1150 ഓം. രണ്ടാമത്തേതിലോ 460 ഓം, 460 ഓം. നമ്മൾ പഠിച്ചത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാവുമെന്നാണ്, അങ്ങനെയല്ലേ? പിന്നെന്താ ഇവിടെ രണ്ടാമത്തെ ഹീറ്ററിൽ റെസിസ്റ്റൻസ് കുറവായിട്ടും ഹീറ്റ് എനർജി കൂടിയിരിക്കുന്നത്? ഹീറ്റർ എയിൽ 13,800 ജൂൾ ഹീറ്റ് എനർജി ഉണ്ടായിരിക്കുന്നു. ഹീറ്റർ ബിയിൽ 34,500 ജൂൾ ഹീറ്റ് എനർജി ഉണ്ടായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് എന്താണ്? റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്ററിൽ കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് 2 ഹീറ്ററിലെയും കറണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ, I is equal to V by R. What is current in first heater A? V is equal to 230 volts. R is equal to 1150 ohm. That is equal to 230 volt divided by 1150 ohm is equal to 0.2 ampere. Then what about second heater? V is equal to IR
I is equal to V by R. That is equal to 230 volt divided by 460 ohm is equal to 0.5 ampere. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്ററിൽ കറണ്ടിന്റെ അളവ് കൂടുതലാണ്. നമ്മൾ ജൂൾസ് ലോ അനുസരിച്ച് എന്താണ് പഠിച്ചത്? H is equal to I square RT. ഉണ്ടാകുന്ന ഹീറ്റ് എനർജി കറണ്ടിന്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണ്. ഹീറ്റ് എനർജി ഡെവലപ്ഡ് ഇൻ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുക? കറണ്ടിൽ ഉണ്ടാകുന്ന ചെറിയ വർധനവ് കൂടുതൽ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമായി തീരും. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഹീറ്റർ ബിയിൽ കൂടുതൽ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യപ്പെട്ടതെന്ന്? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. H is equal to I square RT. ഈ ഇക്വേഷൻ അനുസരിച്ച് കറണ്ടും ടൈമും സ്ഥിരമാണെങ്കിൽ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി റെസിസ്റ്റൻസിന് ആനുപാതികമായിരിക്കും. ഒറ്റ കണ്ടീഷൻ നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ നിന്നും റെസിസ്റ്റൻസിലുള്ള വ്യത്യാസം അതിലുണ്ടാകുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കൂടുകയും കുറയുന്ന സമയത്ത് അതിലൂടെയുള്ള കറണ്ടിനും ചേഞ്ചസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം റെസിസ്റ്റൻസിലുള്ള ചേഞ്ചസ്, റെസിസ്റ്റൻസ് മാറ്റിക്കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് വ്യത്യാസപ്പെടുത്താം. അപ്പം ചില സ്ഥലങ്ങളിൽ കൂടുതൽ കറണ്ട് ഉണ്ട്, പക്ഷേ നമുക്ക് അത്ര വേണ്ട. ഇപ്പോൾ കറണ്ടിൻ്റെ അളവ് കുറയ്ക്കണം, അപ്പോൾ നമ്മൾ അവിടെ റെസിസ്റ്റൻസ് യൂസ് ചെയ്താൽ മതി. അപ്പം പലതരത്തിലുള്ള റെസിസ്റ്റൻസ് നമ്മളെ ചുറ്റുപാടിലുണ്ട്. ഈ കാണിച്ച ഫിഗർ ഒരു റെസിസ്റ്റൻസിൻ്റെതാണ്. നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അപ്പം ഇതിൽ പല കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കളർ എന്ന് വെച്ചാൽ എത്ര ഓമുള്ള റെസിസ്റ്റൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടതാണ്. അത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കാം, അതിൻ്റെ അളവുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇത്തരം റെസിസ്റ്റൻസുകളെ നമ്മുടെ സർക്യൂട്ടുകളിൽ ഇപ്പം ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും നമുക്ക് അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ വ്യത്യസ്ത അളവിലുള്ള റെസിസ്റ്റൻസുകൾ ഉപയോഗിക്കാവുന്നതാണ്. റെസിസ്റ്റൻസുകളെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ നമുക്ക് സർക്യൂട്ടുകളിൽ കണക്റ്റ് ചെയ്യാം. അതായത് കൂടുതൽ റെസിസ്റ്റൻസുകൾ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണ ഒന്നാണെങ്കിൽ പ്രശ്നമില്ല, സാധാരണ പോലെ കണക്ട് ചെയ്താൽ മതി. എന്നാൽ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവയെ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് രീതിയിൽ അവയെ കണക്ട് ചെയ്യാറുണ്ട്. ഒന്ന് സീരീസ് കണക്ഷൻ, മറ്റൊന്ന് പാരലൽ കണക്ഷൻ. സീരീസ് എന്ന് പറഞ്ഞാൽ ശ്രേണി രീതി, പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തര രീതി. അപ്പം ഈ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും നമ്മൾ റെസിസ്റ്റൻസുകളെ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം റെസിസ്റ്റേഴ്സ് നമുക്ക് സർക്യൂട്ടിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റീനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തേത് ഇതാണ് സീരീസ് മെത്തേഡ്. എന്ന് പറഞ്ഞാൽ ശ്രേണി R1 R2 ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് രൂപത്തിൽ ഇങ്ങനെ ക്രമമായിട്ട് ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് മെത്തേഡ്. എങ്ങനെയാണ് ശ്രേണി രീതിയിൽ? അപ്പം R1 R2 R3 മൂന്ന് റെസിസ്റ്റേഴ്സിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് എന്ത് സീരീസ് കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തത് രണ്ട് ടെർമിനൽസ് പാരലൽ മെത്തേഡ്. കണ്ടോ, ഇവിടെയും മൂന്ന് റെസിസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒന്നിന് മുകളിൽ ഒന്ന് എന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്ത് കണ്ടോ നിങ്ങളിങ്ങനെ.
ഈ രൂപത്തിൽ അറേഞ്ച്മെൻറ്റ് ചെയ്താൽ റെസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് പാരലൽ മെത്തേഡ്, അതായത് സമാന്തര രീതി. കണ്ടോ, ഇവിടെയും 3 റെസിസ്റ്റേഴ്സ്, ആ 3 റെസിസ്റ്റേഴ്സിനെ നമ്മൾ സർക്യൂട്ടിൽ ഘടിപ്പിക്കുകയാണ്. പക്ഷെ ഒന്നിന് മുകളിൽ ഒന്ന് എന്ന രൂപത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് പാരലൽ മെത്തേഡ് അഥവാ സമാന്തര രീതി. ഓക്കെ, ഒരു റെസിസ്റ്ററിന് 2 ടെർമിനൽസ് ഉണ്ട്. ഈ 2 ടെർമിനൽസിൽ ഓരോ ടെർമിനൽ മറ്റൊരു റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക. ആ രൂപത്തിൽ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യത്തെ രീതി. ആദ്യത്തെ രീതിൻ്റെ പേരായിരുന്നു സീരീസ് കണക്ഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന 2 എൻഡ്സ്, ഇതിൽ ഒന്നിൻ്റെ എൻഡിൽ രണ്ടാമത്തത് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ എൻ്റെ ഒരു അഗ്രം ഇതുപോലെ ബന്ധിപ്പിക്കുക. ഉണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഒന്നിൻ്റെ എൻഡിൽ രണ്ടാമത്തേത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് എൻഡ് ടു എൻഡ് കണക്ഷൻ, ഒരു നൂലിൽ നമ്മൾ മാലമുത്ത് കോർക്കും പോലെ. അടുത്ത് വീണ്ടും മൂന്നാമത്തേത് ഇതുമായിട്ട് ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്, ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യാണ്. ഇതുപോലെ കണ്ടുവല്ലോ. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സീരീസ് മെത്തേഡ് അല്ലെങ്കിൽ ശ്രേണി രീതി എന്ന് പറയുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ 2 അഗ്രങ്ങളിലും, ഈ അഗ്രത്തിനും ഈ അഗ്രത്തിനിടയിൽ വൈദ്യുത സോഴ്സ് കണക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ കറണ്ടിനും പൊട്ടൻഷ്യൽ ഡിഫറൻസിനും വ്യത്യാസം ഉണ്ടാകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് രണ്ടാമതൊരു രീതി ഞാൻ പറഞ്ഞല്ലോ. ഏതായിരുന്നു അത്? പാരലൽ മെത്തേഡ്, സമാന്തര രീതി. പാരലൽ മെത്തേഡിൽ ഈ റെസിസ്റ്റേഴ്സിൻ്റെ പൊതുവായ അഗ്രങ്ങൾ കണ്ടോ, ഒരഗ്രം, രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ ഒരഗ്രം, മൂന്നാമത്തെ റെസിസ്റ്ററിൻ്റെ ഒരഗ്രം. ഈ അഗ്രങ്ങൾ ഇങ്ങനെ പൊതുവായി കണക്ട് ചെയ്യും. അടുത്ത അഗ്രങ്ങളും അതുപോലെ തന്നെ ഈ അഗ്രങ്ങളും ഇതുപോലെ പൊതുവായി കണക്ട് ചെയ്യും. അപ്പം ഈ രീതിയിൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പാരലൽ മെത്തേഡ് ഓർ സമാന്തര രീതി. ഇവിടെയും ഒരു വൈദ്യുത സോഴ്സ് ഈ 2 അഗ്രങ്ങൾക്കിടയിലായി, പൊതുവായ അഗ്രങ്ങൾക്കിടയിലായി കണക്ട് ചെയ്യുമ്പോൾ ഇതിലൂടെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയായിരിക്കും, ഓരോന്നിലൂടെയുള്ള കറണ്ട് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. സീരീസ് കണക്ഷനിൽ നമ്മൾ ഇതുപോലെയാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഓരോന്നിനും എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്, പ്രതിരോധമുണ്ട്. അപ്പം നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്, കറണ്ടിന് ഓരോ പ്രതിരോധവും ഓരോ റെസിസ്റ്ററും തടസ്സം ഉണ്ടാക്കും. അപ്പം ഇവിടെ ഈ അഗ്രത്തിലൂടെ പ്രവേശിക്കുന്ന വൈദ്യുതിക്ക് ഇവിടെ എത്തുമ്പോൾ തടസ്സം ഉണ്ടാകുന്നു, ഇവിടെ എത്തുമ്പോൾ തടസ്സം ഉണ്ടാകുന്നു, ഇവിടെ എത്തുമ്പോഴും തടസ്സം ഉണ്ടാകും. അപ്പം എന്താ സംഭവിക്കുക? ശരിയാണ്, തടസ്സം വളരെയധികം കൂടും. അതായത് ഈ സർക്യൂട്ടിലെ പ്രതിരോധം വളരെയധികം കൂടും. ഈ റെസിസ്റ്റേഴ്സിന് പകരം നമുക്ക് ബൾബുകൾ ഉപയോഗിച്ച് പരീക്ഷണം ചെയ്തു നോക്കിയാലോ? ഇവിടെ ഈ സർക്യൂട്ടിൽ 3 ബൾബുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കാണാമല്ലോ. 40 വാട്ടിൻ്റെ ഒരു ബൾബ്, രണ്ടാമത്തേതും 40 വാട്ടിൻ്റെ ബൾബ് തന്നെയാണ്, മൂന്നാമത്തേതും 40 വാട്ടിൻ്റെ ബൾബ് തന്നെയാണ്. അപ്പം 3 40 വാട്ടിൻ്റെ ബൾബുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ബൾബുകളും 40 വാട്ടിൻ്റെ 3 ബൾബുകളും ഒരേ രീതിയിൽ പ്രകാശിച്ചിരിക്കുന്നത് എല്ലാവർക്കും കാണാമല്ലോ. ഇനി നമുക്ക് 40 വാട്ടിൻ്റെ ഒരു ബൾബ്
എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ബൾബ് നല്ലവണ്ണം പ്രകാശിക്കുന്നു, പ്രകാശ തീവ്രത വളരെയധികം കൂടിയിരിക്കുന്നു. എന്താണ് കാരണം? നമ്മൾ ഇവിടെ നൽകിയത്, ഈ ബൾബിന് നൽകിയത് 230 വോൾട്ടാണ്, 230 വോൾട്ട്. അപ്പോൾ ബൾബിന് നല്ല പ്രകാശ തീവ്രത കിട്ടി. ഇവിടെ നമ്മൾ ഈ സർക്യൂട്ടിന് നൽകിയതോ, ഇവിടെയും 230 വോൾട്ടാണ് നൽകിയത്. പിന്നെ എന്തുകൊണ്ടാ ഈ മൂന്ന് ബൾബിന്റെ പ്രകാശ തീവ്രതയ്ക്ക് വ്യത്യാസം വന്നത്? സീരീസ് കണക്ഷൻ ആയതുകൊണ്ടാണോ? ഉത്തരം ശരിയാണ്. പക്ഷെ എന്തായിരിക്കും പ്രകാശ തീവ്രതയ്ക്ക് വ്യത്യാസം വരാൻ കാരണം? പോലെ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഈ ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. കറണ്ട് പ്രവഹിക്കുമ്പോൾ ഓരോ ബൾബും തടസ്സം ഉണ്ടാക്കുന്നു, റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു. അന്നേരം എന്താ സംഭവിക്കുക? ഇവിടെ എത്തുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിലെത്തുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിലെത്തുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് ആരാ? ഈ ബൾബിന്റെ ഫിലമെന്റുകൾ. ഈ ബൾബിന്റെ ഫിലമെന്റുകളാണ്, ടങ്സ്റ്റൺ കൊണ്ട് നിർമ്മിച്ച ബൾബിന്റെ ഫിലമെന്റുകളാണ് ഇവിടെ റെസിസ്റ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ തടസ്സമുണ്ട്, ഇവിടെ വരുമ്പോൾ തടസ്സമുണ്ട്, അപ്പൊ തടസ്സം കൂടി. ഇവിടെ വന്നപ്പോഴോ മൂന്നാമത്തേലും തടസ്സമുണ്ട്, അപ്പൊ തടസ്സം പിന്നെയും കൂടി. അപ്പൊ ആകെ തടസ്സം കൂടി, ആകെ റെസിസ്റ്റൻസ് കൂടി. അപ്പൊ എന്താ സംഭവിക്കുക? സർക്യൂട്ടിലെ ആകെ റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? കറണ്ട് കുറയും, ശരിയല്ലേ? പക്ഷെ ആ കറണ്ട് എല്ലാ ബൾബിലൂടെയും എല്ലാ റെസിസ്റ്റേഴ്സിലൂടെയും ഒരുപോലെ ആയിരിക്കും. ആ കുറഞ്ഞ കറണ്ട് എല്ലാത്തിലൂടെയും ഒരുപോലെ ആയിരിക്കും. അപ്പൊ എന്താ മനസ്സിലായത്? ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, കറണ്ട് ഡിക്രീസസ്. ദാറ്റ് കറണ്ട് ഈസ് സെയിം ത്രൂ ആൾ ബൾബ്സ് ഓർ റെസിസ്റ്റേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് വ്യത്യസ്ത പവറുള്ള ബൾബുകൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ഒന്ന് ആവർത്തിച്ചാലോ? ഇവിടെ ഒന്നാമത്തെ ബൾബിന്റെ പവർ 40 വാട്ട്, രണ്ടാമത്തെ ബൾബ് ഞാൻ 60, മൂന്നാമത്തെ ബൾബ് 100 വാട്ട്. ഇനി ഇതൊന്ന് നമുക്ക് കണ്ടോ, എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഒന്നാമത്തെ ബൾബ് നല്ലവണ്ണം പ്രകാശിക്കുന്നു. ഈ മറ്റ് രണ്ട് ബൾബുകളെ അപേക്ഷിച്ച് കൂടുതൽ പ്രകാശം തരുന്നത് ഒന്നാമത്തെ ബൾബ്. എന്ന് പറഞ്ഞാലോ 40 വാട്ടിന്റെ ബൾബ്. രണ്ടാമത്തെ ബൾബോ കുറഞ്ഞ പ്രകാശമാണ് തരിക. എത്രയാണ്? ഇത് 60 വാട്ടിന്റെ ബൾബാണ്. 60 വാട്ടിന്റെ ബൾബ് 40 വാട്ടിനേക്കാൾ കുറഞ്ഞ പ്രകാശം തരുന്നു. ഇവിടെ നോക്കൂ, ഇത് 100 വാട്ടിന്റെ ബൾബാണ്. ഇതിന്റെ ഫിലമെന്റ് ചെറിയ തോതിൽ കത്തുന്നതേ ഉള്ളൂ, റെഡ് ഹോട്ട് ആകുന്നതേ ഉള്ളൂ. എന്തായിരിക്കാം ഇതിന് കാരണം? ഇവിടെ പവർ കുറഞ്ഞ ബൾബ്, ഇത് പവർ കൂടിയ ബൾബ്. പവർ കുറഞ്ഞ ബൾബിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, പവർ കൂടിയ ബൾബിനോ റെസിസ്റ്റൻസ് കുറവും. അപ്പൊ ഈ മൂന്ന് ബൾബുകളിൽ 40 വാട്ട്, 60 വാട്ട്, 100 വാട്ട്, ഈ മൂന്ന് ബൾബുകളിലും റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ 40 വാട്ടിനും റെസിസ്റ്റൻസ് ഏറ്റവും കുറവ് ഏതിനാണ്? 100 വാട്ട് ബൾബിന്. നമ്മൾ നൽകുന്നത് എത്ര വോൾട്ടേജ് ആണ്? ഈ സർക്യൂട്ട് നൽകിയ വോൾട്ടേജ് 230. നേരത്തെ പഠിച്ചു, കറണ്ട് എല്ലാ ബൾബിലൂടെയും ഒരുപോലെയാണ്. കറണ്ട് എല്ലാ ബൾബിലൂടെയും ഒരുപോലെ. പൊട്ടൻഷ്യൽ നൽകുന്നത് 230 വോൾട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ V = IR, ഓം നിയമം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് സെയിം,
എല്ലാത്തിലും ഒരുപോലെ. റെസിസ്റ്റൻസ് വ്യത്യാസം. ഇതിന് ഏറ്റവും കൂടുതൽ, ഇതിന് എന്താണ് അല്പം ഇതിനേക്കാളും കുറവ്, ഏറ്റവും കുറവ് ഇതിന് 100 വാട്ട്. അപ്പോൾ ഓരോ ബൾബിനും കിട്ടുന്ന വോൾട്ടതയിൽ വ്യത്യാസം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ വോൾട്ടത ആർക്കായിരിക്കും കിട്ടുക? V is equal to IR. I സ്ഥിരം കോൺസ്റ്റന്റ്. അപ്പൊ R കൂടിയതിന് കൂടുതൽ വോൾട്ടത കിട്ടും, R കുറഞ്ഞതിനോ കുറഞ്ഞ വോൾട്ടത കിട്ടും. ഇവിടെ ഇതിന് കിട്ടുന്ന വോൾട്ടത V1 എന്നെടുക്കുക, രണ്ടാമത്തേന് കിട്ടുന്നത് V2, മൂന്നാമത്തേന് കിട്ടുന്നത് V3. അപ്പൊ ആകെ വോൾട്ടത, ഇഫക്റ്റീവ് potential difference V is equal to V1, potential difference across first resistor, first bulb V1 plus potential difference across second bulb V2 plus potential difference across third bulb V3. അപ്പോൾ effective potential difference V is equal to V1 plus V2 plus V3. By Ohm's law, V is equal to IR. V is equal to IR. Well, then what is V1? V1 is equal to I into R1. What is V2? V2 is equal to I into R2. What is V3? V3 is equal to I into R3. Current is same, I. Therefore, V is equal to IR1 plus IR2 plus IR3. If R is the effective resistance and V is the effective potential difference of the circuit, then IR is equal to IR1 plus IR2 plus IR3. I is common, നമുക്ക് I പൊതുവായിട്ട് എടുക്കാം. അപ്പോൾ ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള I ക്യാൻസൽ ആവും. R is equal to R1 plus R2 plus R3. ഇപ്പൊ എന്ത് മനസ്സിലായി? When resistors are connected in series, effective resistance is equal to sum of individual resistances. റെസിസ്റ്റേഴ്സ് ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ ആ സർക്യൂട്ടിന്റെ സഫല പ്രതിരോധം, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററുകളുടെയും റെസിസ്റ്റൻസ് കൂട്ടിയെടുക്കുന്നതിന് തുല്യമായിരിക്കും. R is equal to R1 plus R2 plus R3. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്താലോ? അതായത് 3 റെസിസ്റ്റേഴ്സിനെ ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിലൊന്നിൻ്റെ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തെ R2, മൂന്നാമത്തെ R3. R1 2 ഓം ആണ്, R2 4 ഓം ആണ്, R3 6 ഓം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? R1 is equal to 2 ohm, R2 is equal to 4 ohm, R3 is equal to 6 ohm. അപ്പം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 plus R2 plus R3, R1 plus R2 plus R3. അപ്പം 2 plus 4 plus 6. അപ്പോൾ ഇത് 3 കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? യെസ്, 12 ഓം കിട്ടി. അപ്പം R1 plus R2 plus R3, അതായത് 3 റെസിസ്റ്റൻസ് ഒരുമിച്ച് വരുമ്പോൾ, അതായത് സീരീസ് കണക്ഷനിൽ ഒരുമിച്ച് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? 2ഉം 4ഉം 6ഉം മൊത്തം അത് 3 കൂടി കൂട്ടുകയാണ്, അതിൻ്റെ ടോട്ടൽ സം എടുക്കുന്നു. അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു? 12 ഓം എന്ന് കിട്ടുന്നു. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കണക്കാണ്. അപ്പോൾ R1 പ്ലസ് R2 പ്ലസ് R3 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എത്ര? 2 പ്ലസ് 4 പ്ലസ് 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഓം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു കണക്ക് ഞാൻ പ്രോബ്ലം ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. എന്താണെന്ന് നോക്കിക്കോളി ക്വസ്റ്റ്യൻ. യെസ്, വാട്ട് ഈസ് ദ കറൻറ്റ് ഇഫ് 4 ohm and 2 ohm resistors are connected in series and 6 volt potential difference is applied? ഈ ക്വസ്റ്റ്യനാണ് ഹോംവർക്ക്. ഇതെല്ലാവരും ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുക. കൂടാതെ
ഇന്നത്തെ ക്ലാസ്, അതായത് റെസിസ്റ്റൻസിൻ്റെ കണക്ഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ സീരീസ് കണക്ഷനെ പറ്റിയാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ പാരലൽ കണക്ഷനെ പറ്റി പഠിക്കും. വിറ്റേഴ്സ് ക്ലാസ്സിലെ എക്സ്പെരിമെൻറ്റ് അതേപോലെ കാണിച്ചുകൊണ്ടും പിന്നെ ഇക്വേഷൻ ഉണ്ടാക്കി നമ്മൾ അതിൽ നിന്നും പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലാകാത്തവർ വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.